നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡിൽ ഷോക്കേറ്റ് വീണിട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് ഗ്രാമ്യ ഓർബിറ്റ് ക്യാമറാമാൻ സജി. തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിൽ നടൻ മോഹൻലാൽ ദർശനം നടത്തി. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. റോഡിൽ പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീണ് പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണമെന്ന ബോധ്യത്തിൽ ധീരമായി പ്രതികരിച്ച മാധ്യമപ്രവർത്തകൻ സജി. ഗ്രാമ്യ ഓർബിറ്റ് ക്യാമറാമാൻ പടിയം സ്വദേശി സജിക്കാണ് ഞായറാഴ്ച രാത്രി 9 റോഡിൽ പൊട്ടി വീണ് കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റത്. ചാനൽ ഓഫീസിലെ ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വാളമുക്കിന് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. കാറ്റിലും മഴയിലും പൊട്ടി റോഡിന് കുറുകെ കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സജി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും സംയമനം വിടാതെ സമീപത്തുള്ളവരെ വിളിച്ച് അപകട വിവരം അറിയിക്കുകയാണ് സജി ആദ്യം ചെയ്തത്. തുടർന്ന് KSEB അധികൃതരെ വിവരമറിയിച്ചു. ഇവരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് അപകടം ഒഴിവാക്കിയത്. ഇവരെത്തുന്നതുവരെ റോഡിലേക്ക് യാത്രക്കാരെത്തുന്നത് തടയാൻ നാട്ടുകാരോടൊപ്പം സജിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പെരിങ്ങോട്ടായിരുന്നു വരുന്ന സമയത്താണ് പുത്തമ്പടിയെന്ന് വാളമുക്ക് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് റൈറ്റ് വരുന്ന സമയത്ത് നല്ലൊരു മഴ ഉണ്ടായിരുന്നു. മഴ കഴിഞ്ഞ് ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നു. ആ സമയത്ത് ഈ വാളമുക്കിൽ നിന്ന് റൈറ്റ് വരുന്ന സമയത്ത് അവിടെ ബൈക്ക് 2 വീലർ മേലാണ് ഞാൻ വരുന്നത്. കോട്ട് ഇട്ടിട്ടുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു സർവീസ് വേറെ കമ്പി പൊട്ടിയെടുക്കുന്നുണ്ടായിരുന്നു, അതിനോട് ചേർന്നിട്ടുള്ള കമ്പിയും. അപ്പോൾ ഞാൻ കറക്റ്റ് ബൈക്കുമ്പോൾ വരുന്ന നമ്മുടെ മുഖത്തിനോട് ചേർന്ന രീതിയിലാണ് റോഡിനോട് ക്രോസ് ആയിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ വണ്ടി അത് പോകുന്ന സമയത്ത് ടച്ച് ചെയ്ത് വഴിക്ക് നല്ല ഷോക്ക് കിട്ടി, അത് തെറിച്ചു പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കഴിയുമ്പോഴത്തെ ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ കയ്യിന് അതുപോലെ കുറച്ച് ഭാഗമുണ്ട്, നെറ്റിയുണ്ട് കമ്പി വന്നടിച്ചിട്ട് മുഖത്ത് ഈ മൂക്കിനോട് ചേർന്നിട്ടുണ്ട്. നെറ്റിയുമ്പോൾ ആടിയുമലൊക്കെ പൊട്ടുണ്ട്. കുറച്ച് നേരം അവിടെ കിടന്നു, തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, കറണ്ട് പോയതുകൊണ്ട് തന്നെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2-3 വണ്ടികൾ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ആളുകൾ കാണില്ല, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കമ്പി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി വന്ന് എങ്ങനെയെങ്കിലൊക്കെ പറ്റുന്നു പരിക്കുണ്ടെങ്കിൽ കൂടി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ സൈഡിൽ കൂടെ ഞെരുങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റോഡിൻ്റെ മുന്നിൽ വന്നിട്ട് ആൾക്കാരടുത്ത് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ കൂടുതൽ അപകടം ഉണ്ടാവാനുള്ള രീതിയിൽ ആവണ്ടാച്ചിട്ട് മറ്റൊരു അത് കണ്ടു തിരിച്ചു പോയി ചെയ്തിട്ടുള്ളത്. പിന്നെ 2-3 വണ്ടിക്കാർ ബൈക്കാർ 2 വീലർ വന്നു, അവർ വന്നിട്ടാണ് പിന്നെ നിർത്തിയത്. പിന്നെ വീടുകളിലെ ആളുകളൊക്കെ ബന്ധപ്പെട്ടു. പിന്നെ അവർ വീട്ടിൽ പോയിട്ട് അടുത്ത് പോയിട്ട് വെള്ളം കൊണ്ട് കഴുകി ആകെ മണ്ണും ചെളിയൊക്കെയായിരുന്നു പൊട്ടിയെടുത്തുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ആംബുലൻസിനെ വിളിച്ചിട്ട് നേരെ നമ്മളിവിടെ ഒരു ആശുപത്രിയിൽ പോകുന്നത്. അപകടത്തിൽ സജിയുടെ പല്ല് നഷ്ടപ്പെട്ടു, ശരീരത്തിലും പരിക്കുണ്ട്. തുടർന്ന് നാട്ടുകാർ ചേർന്ന ആംബുലൻസിൽ സജിയെ കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിൽ നടൻ മോഹൻലാൽ ദർശനം നടത്തി. തിങ്കളാഴ്ച പുലർച്ചെ 4:30 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ക്ഷേത്ര മാനേജർ മനോജ് K. നായർ സ്വീകരിച്ചു. തുടർന്ന് തിരുനടയിൽ അമ്പും വില്ലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മേൽശാന്തിയിൽ നിന്നും തീർത്ഥവും പ്രസാദവും വാങ്ങി. ശേഷം മീനൂട്ട്, വെടിവഴിപാട്, അവിൽ നിവേദ്യം എന്നീ വഴിപാടുകളും സമർപ്പിച്ചു. ക്ഷേത്ര മാനേജർ മോഹൻലാലിന് തേവരുടെ ഫോട്ടോയും ഭഗവാന് ചാർത്തിയ കളഭവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വിവരിക്കുന്ന പുസ്തകവും ഉപഹാരമായി നൽകി. അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും കൂടെയുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ഉപദേവന്മാരെയും തൊഴുതതിനു ശേഷം 5:15 മടങ്ങി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1993 SSLC ബാച്ച് ഓർമ്മത്തണലിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1993 SSLC ബാച്ച് ഓർമ്മത്തണൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മുകേഷ് കാരയിൽ അധ്യക്ഷനായി. സലാഹുദ്ദീൻ, ഹിദ സുനിൽ, സബീന നസീർ, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ലൈബ്രറിയിലേക്ക് കൂട്ടായ്മ നൽകിയ പുസ്തകങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി ഹരിത ഏറ്റുവാങ്ങി. നമ്മുടെ ജനറൽ ആശുപത്രി അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാമല്ലോ, വളരെ മോശമായ രീതിയിൽ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടുത്തെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അങ്ങനെയല്ലല്ലോ, സ്വകാര്യ ഹോസ്പിറ്റലിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് അങ്ങനെ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ
ഈ ബാച്ചിൽ പെട്ടവരുടെ മക്കളാണ്. അപ്പോൾ മക്കൾ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് അവർക്ക് പഠിച്ചു വളരാനുള്ള സാഹചര്യം നമ്മുടെ രക്ഷിതാക്കൾ. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനം സമാപിച്ചു. ദേശീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിനായി പ്രധാന പാതകൾ തടസ്സപ്പെടുമ്പോൾ പകരം യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും കുടിവെള്ള വിതരണ പദ്ധതികൾ തടസ്സപ്പെടുമ്പോഴും പദ്ധതി ഉപഭോക്താക്കൾക്ക് പകരം ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് NH അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായി TP രഘുനാഥനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് AD സുദർശനെയും 31 അംഗ മണ്ഡലം കമ്മിറ്റിയെയും പരിപാടിയിൽ തെരഞ്ഞെടുത്തു. കണ്ടശങ്കടവ് ചക്കാലപ്പറമ്പിൽ ശ്രീ പാർവതി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം വിശേഷാൽ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പാർവതി ദേവിക്കും രക്ഷസിനും കലശാഭിഷേകം, ധർമ്മദേവങ്ങൾക്കും നിശമുത്തപ്പനും പൂജ, ഭഗവത് സേവ എന്നിവ നടന്നു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച നടന്ന ചടങ്ങുകൾക്ക് രമേശൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കുഞ്ഞിന് മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ പുരോഗമന കലാ സാഹിത്യ സംഘം വലപ്പാട് യൂണിറ്റ് സംഘടിപ്പിച്ച സിംപോസിയം ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വീട്ടകങ്ങളിലെ ജനാധിപത്യത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജൂബിലി ക്ലാസ് എടുത്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ബദൽ രേഖ അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ശോഭനൻ, PK മുഹമ്മദ്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, അരവിന്ദൻ പണിക്കശ്ശേരി, വനജ, അനിത തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കാവ്യാലാപനം, പെൺകുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം, കാർത്തികേയൻ വലപ്പാട് അവതരിപ്പിച്ച ഏകപാത്രാഭിനയം എന്നിവ നടന്നു. ആ പെണ്ണിന്റെ ചോദ്യത്തെ, ആ മലയാളത്തിലെ ആദ്യ നായികയുടെ ചോദ്യം നമുക്ക് മുമ്പിൽ ഇങ്ങനെ കൂർത്ത ശരങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. പൊട്ടു തൊട്ടു കമ്മലിട്ടു ഏനീതൊന്നും അറിഞ്ഞതേ. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു.
ഡിവൈഎഫ്ഐ മണലൂർ ചാഴിപ്പറമ്പ് യൂണിറ്റ് പഠനോത്സവവും ഹൃദയ സംഗമവും നടത്തി. ഡിവൈഎഫ്ഐ മണലൂർ ചാഴിപ്പറമ്പ് യൂണിറ്റ് പഠനോത്സവവും ഹൃദയ സംഗമവും സംഘടിപ്പിച്ചു. യൂണിറ്റ് പരിധിയിലെ SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അതോടൊപ്പം 8 വർഷമായി ഹൃദയപൂർവ്വം പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് നൽകിവരുന്ന കുടുംബങ്ങളുടെ ഹൃദയസംഗമവും നടത്തി. TV ബാബു നഗറിൽ നടന്ന പരിപാടി മണലൂർ നിയോജകമണ്ഡലം MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിമ വിപിൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആഷിഖ് വലിയകത്ത, CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഡേവിസ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ആകാശ് TS, മേഖലാ സെക്രട്ടറി അജീഷ് KA, ട്രഷറർ അരുൺ ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി ദീപക് AS, CPIM ബ്രാഞ്ച് സെക്രട്ടറി AN സുരേഷ്, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ഹരിശങ്കർ VS, പ്രസിഡന്റ് ശ്രാവൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള കർഷക സംഘം വാടാനപ്പള്ളി മേഖലാ സമ്മേളനം നടത്തി. കേരള കർഷക സംഘം വാടാനപ്പള്ളി മേഖലാ സമ്മേളനം നടത്തി. CPIM ഏരിയ സെക്രട്ടറിയും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ പ്രസിഡന്റ് ഷൈന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി VK ജ്യോതിപ്രകാശ്, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, CPIM വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, കർഷക സംഘം ഏരിയ സഹഭാരവാഹികളായ ഭാഗ്യലക്ഷ്മി ഗിഗീഷ് മാത്തുകാട്ടിൽ, മേഖലാ സെക്രട്ടറി KD സതീഷ്, മേഖലാ ട്രഷറർ പ്രൊഫസർ MV മധു എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി 17-ാം വാർഡിൽ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് നടത്തി. വാടാനപ്പള്ളി 17-ാം വാർഡിൽ നേത്ര രോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞാണി സൈമൺസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. വാടാനപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ വിജു പൗലോസ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രേഖ അശോകൻ അധ്യക്ഷത വഹിച്ചു. ശാന്തി റോഡിലെ റൌലത്തുൽ ഉലും തൗഫീഖിയ മദ്രസയിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പരിശോധനയ്ക്കെത്തി. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ ലയൺ ഫിയസ്റ്റ 2025 കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ നിർവഹിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഏകലവ്യൻ, ക്ലബ്ബ് സെക്രട്ടറി CR ഗണേഷ്, റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോണൽ ചെയർപേഴ്സൺമാരായ VS വ്യാസബാബു, RIM സക്കറിയ, ഗിൽബർട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലിയോ ക്ലബിലെയും ലയൺ ക്ലബിലെയും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നടത്തിക്കൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പ്രത്യേകം പറയാനിരിക്കുന്ന വൃത്തിയില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടുന്നതും ഞാൻ ഇവിടെ കൂടുതൽ പറയേണ്ട ആവശ്യം. ഞാൻ 2015 നേരത്തെ ആന്റി പറഞ്ഞു, 15-16 ഞാൻ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. ഡിസ്ട്രിക്ട് ഗവർണറാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ തൃപ്പയാർ ലയൺസ് ക്ലബ് എന്നുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടും എനിക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് വൈസ് ഗവർണറായിരുന്ന VP അംഗന്മാരും VP-മാരുടെയും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തായാലും നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എങ്ങനെ വേണം പ്രവർത്തിക്കാനായിട്ട്, ഡിസ്ട്രിക്റ്റിനുള്ള പ്രവർത്തനം എങ്ങനെയൊക്കെ വേണം എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ കൂടെ അവിടെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് ആന്റിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്ട്രിക്റ്റിന്റെ ലേഡി ലീഡറാണെന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ ഞാൻ ഗവർണർ സമയത്ത് ഡിസ്ട്രിക്റ്റിന്റെ ലേഡി ലീഡറായിരുന്നു ലയൺസ് സുഷമ എന്ന് പറയുന്നത്. അപ്പൊ അവർ ഒരുപാട് റിലേറ്റഡ് ആയിരുന്നു. കാരണം എങ്ങനെ ഞാൻ എടുക്കില്ല, ഞാൻ അങ്ങനെ വലിയ എനിക്ക് പ്രസംഗിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച മണലൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ നടത്തി. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ MK സദാനന്ദൻ, വൈസ് ക്യാപ്റ്റൻ PK ചന്ദ്രൻ, മാനേജർ MB മോഹനൻ, KV ഡേവിസ്, KV വിനോദൻ, സാജൻ മുടുവങ്ങാട്ടിൽ, KR അഭിരാജ്, VK വേലായുധൻകുട്ടി, TV മനോഹരൻ, VG രാധാകൃഷ്ണൻ, KK ഹരിദാസ്, CG മോഹൻദാസ്, സീതാ ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. ജാഥ സമാപനം CITU ജില്ലാ കമ്മിറ്റി മെമ്പർ KV ഷീബ ഉദ്ഘാടനം ചെയ്തു. മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. VP പ്രവീൺ പ്രസംഗിച്ചു. ഒരിടവേള കൂടെ.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, റിഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. GST ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണർ PA അഭിലാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക SN കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ PA വിഷ്ണു മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് സന്ധ്യ ഷാജി അധ്യക്ഷയായി. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, KPM സൊസൈറ്റി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ അജിത് പ്രസാദ്, വൈസ് പ്രിൻസിപ്പാൾ സരിത N, സീനിയർ സെക്ഷൻ ഹെഡ് AP നിഷ, PTA വൈസ് പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. +2 സയൻസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ സ്കൂൾ ടോപ്പേഴ്സായ ഋത്വിക് കോഴിശ്ശേരി, KS കൃഷ്ണപ്രിയ, വിഷ്ണു വിദ്യാനന്ദ്, ആകാശ് സുമോദ്, 10ാം ക്ലാസ് ടോപ്പറായ അബിൻ കൃഷ്ണ, +2-ലും 10ലും ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, മലയാളം എന്നീ വിഷയങ്ങളിൽ നാഷണൽ ടോപ്പേഴ്സായ ഋത്വിക് കോഴിശ്ശേരി, കൃഷ്ണപ്രിയ, ആകാശ് സുമോദ്, അഭിരാമി P രമേശ്, വൈഗ KI എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിജയം ഇവിടുത്തെ അധ്യാപകരുടെയും മറ്റുള്ളവരുടെയും അഹോരാത്ര പരിശ്രമ ഫലം, അതിലുപരി നിങ്ങളുടെ മാതാപിതാക്കളുടെ പിന്തുണയുടെയും പ്രാർത്ഥനയുടെയും ഫലം ആഘോഷിക്കുന്ന, ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി നിങ്ങൾ നേടിയ ഈ വിജയത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. PTA പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാവരും ഒരു യുദ്ധം ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് യുദ്ധം. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. തളികുളം കെൻഷോ കരാത്തെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു. വലപ്പാട് ആശുപത്രി മെഡിക്കൽ ഓഫീസർ AJ കരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരാത്തെ പരിശീലകൻ നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആർച്ച PS പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോർഡിനേറ്റർ ഷൈബു പുളിപ്പറമ്പിൽ, ഗോപാലകൃഷ്ണൻ ചെമ്മാപ്പള്ളി, റീജ, അമ്പിളി, നിത, സുഷിത, ഷൈബു, ദേവജിത്ത്, ആദിദേവ്, ശ്രീഹരി, ആര്യൻ എന്നിവർ സംസാരിച്ചു. ഈ SSLC എക്സാം ഇതിൽ ഉന്നത വിജയം നേടാന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ കയറുമ്പോൾ ഒരു ജീവിതം ഒരു ലാഡർ പോലെയാണ്, ഒരു ഏണിപ്പടിയൊക്കെ പോലെ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ 3 പേര് നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി അത് ഭാവിയിലും ആ എല്ലാ സ്റ്റെപ്പുകളും കയറി ഉന്നത വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷെ മാർക്ക് കുറഞ്ഞു പോയവരെ പറയല്ല, ഇതൊരു സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പുകളുണ്ട്. എല്ലാവരും ആ 2ാം സ്റ്റെപ്പ് വെച്ച് കയറിയാലും അങ്ങ് മേലേക്ക് എത്തും. അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഇനിയുള്ള ജീവിതത്തിലേക്ക് ഇതാവാനായിട്ട്.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാറിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ ആദരിക്കലും വാർഡിലെ 100ഓളം കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. സിനിമാ താരവും റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, 8ാം വാർഡ് മെമ്പർ CS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കിക്ക് ബോക്സിംഗിൽ 34 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ KA അനന്യയെ ചടങ്ങിൽ ആദരിച്ചു. മുൻ മെമ്പർ സജിനി മുരളി, വിജയൻ NK, ലാൽ ഊണുങ്ങൽ, ശ്യാംലാൽ, നിഖിൽ ഉണ്ണിയാരംപുരക്കൽ, മനോഹരൻ പാണപറമ്പിൽ, ദിനേശൻ പാണപറമ്പിൽ, ലതാ നായരുശ്ശേരി, രഘു പൂരാടൻ, AK ദേവദാസ്, പിങ്കി രാജു എന്നിവർ നേതൃത്വം നൽകി. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ പഠിക്കുമ്പോൾ ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു. കാരണം പഠിക്കുന്ന കുട്ടികളെ കണ്ട് അന്ന് മുതൽ എനിക്ക് ഒരുപാട് അസൂയാണ്. ഇപ്പോൾ അവരുടെ അടുത്ത് കൂടെ നിൽക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷം വയ്ക്കേണ്ടതല്ല. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു സിനി ആർട്ടിസ്റ്റ്. ബേസിക്കലി ഞാനൊരു പട്ടാളക്കാരനാണ്. സിനി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞതെല്ലാം ഒരുപാട് കഴിഞ്ഞു കിട്ടി വന്ന സൗഭാഗ്യങ്ങളാണ്. ആദ്യം ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബാക്ക് ബെഞ്ചറിൽ നിന്ന് ഒരു പട്ടാളക്കാരനിലേക്കുള്ള ദൂരം കുറച്ച് ടഫായിരുന്നു. കാരണം ബാക്ക് ബെഞ്ചർ അറിയാമല്ലോ എല്ലാവർക്കും. ഉഴപ്പൻ, ശരിക്കും പറഞ്ഞാൽ തനി ഉഴപ്പൻ. നമ്മളെല്ലാവരും പറയും ഇപ്പോൾ പണ്ടത്തെ കാരണവന്മാർ, സോറി ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. പണ്ട് കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും പറയും നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവും. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനാണ്. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമവും SSLC +2 അവാർഡും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല കോർഡിനേറ്റർ PK സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം VD പ്രേംപ്രസാദ്, G ശങ്കരപിള്ള അനുസ്മരണം നടത്തി. ഗ്രന്ഥശാല മുഖ്യ രക്ഷാധികാരി ധനഞ്ജയൻ K മച്ചിങ്ങൽ പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. PK സുബ്രഹ്മണ്യൻ, സ്വപ്ന KD, ഗീത ദിലീപ്, K നസീമ, PV വിനോദ്, PV ദിലീപ് കുമാർ, MS നക്ഷത്ര, അപർണ UG, സുമ ഉദയൻ, VB രാജേഷ്, ഷാരി ജിഷാന്ത് എന്നിവർ നേതൃത്വം നൽകി. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമ്മളെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വിദ്യാർത്ഥികൾ SSLC +2 പാസ്സായ വിദ്യാർത്ഥികളുണ്ടാവും. അവർ ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. നമ്മളെന്തിനാ അവർ അവർക്ക് അവാർഡ് കൊടുക്കാൻ, അവർക്ക് മൊമെൻ്റ് കൊടുക്കാൻ ഒക്കെ സമൂഹം തയ്യാറാണെന്ന് കാരണമുണ്ട്. അത് നമ്മൾ ചെയ്യണമല്ല. ഇത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടതാണ്. സുലഭം പറഞ്ഞ ആ കാര്യം 100% ശരിയാണ്. വലപ്പാട് ബീച്ച് ശ്രീനാരായണ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാലയുടെ നാൾ വഴികൾ എന്ന വിഷയത്തെക്കുറിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായ ചടങ്ങിൽ സജിത്ത് വേളയിൽ ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലാൽ കച്ചില്ലം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലികാദേവൻ, ജ്യോതിബാസ് വേളയിൽ, ശ്യാം പത്തായക്കാട്ടിൽ, ഷൈനി സജിത്ത്, സുരേഷ് ചരുവിൽ, ദേവനുള്ളാട്ടിൽ, സൂരജ് വേളയിൽ, ഷിജു മാഷ്, സുരേന്ദ്രൻ തറയിൽ, വനിതാവേദി ചെയർപേഴ്സൺ ഷീജ മുരളി, സരിത ടീച്ചർ, സുനിൽ ദത്ത് NS, കിഷോർ MB, ജോസ് താടിക്കാരൻ, പ്രതാപൻ മാരാത്ത്, ലൈബ്രറിയൻ സിനി തിലകൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി AM UP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണവും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ സമർപ്പണവും നടത്തി. SSD എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK ഭാസ്കരൻ, ഡോക്ടർ KK ഷാജി എന്നിവരാണ് സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ സ്കൂളിലേക്ക് നൽകിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഏറ്റുവാങ്ങി വിദ്യാലയത്തിന് സമർപ്പിച്ചു.
SSG പ്രസിഡന്റ് KB മധു അധ്യക്ഷത വഹിച്ചു. നാട്ടിക ചേർക്കര സ്കൂളിലെ അധ്യാപകനും യോഗ മാസ്റ്ററുമായ ബൈജുവിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, SSG ഭാരവാഹികളായ ഗഫൂർ കിഴക്കേവളപ്പിൽ, TK ഉബൈദു, VK ഉല്ലാസൻ, ഖദീജ പുതിയ വീട്ടിൽ, പ്രധാനാധ്യാപിക ഷൈജി ചാക്കോ, PTA പ്രസിഡന്റ് MS സംഗീത് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപികമാരായ AI ഷീജ, PC ബിന്ദു, PC ഷീബ എന്നിവർ നേതൃത്വം നൽകി. ഭാഗമാക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ സ്കൂള് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്കൂളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ SSK പ്രവർത്തകരും അതുപോലെ തന്നെ സുബിനടക്കമുള്ള എല്ലാവരും നല്ല രീതിയിൽ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് വാടാനപ്പള്ളി മണ്ഡലം UDF കമ്മിറ്റി വാടാനപ്പള്ളിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MM മുസ്തഫ, DCC സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ടീച്ചർ, ലീഗ് ജില്ലാ പ്രസിഡന്റ് സനൌഫൽ, ലീഗ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ, ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് അമ്പലത്ത് വീട്ടിൽ, സിദ്ദീഖ് മുഹമ്മദ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ CM രഘുനാഥ്, CM ശിവപ്രസാദ്, KV സജിത്ത്, ML സെബാസ്റ്റ്യൻ, PD ബെന്നി, സുഗന്ധിനി ഗിരീഷ്, മണ്ഡലം ഭാരവാഹികളായ രാഗനാഥൻ വയക്കാട്ടിൽ, AMM നൂറുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ റിനാസ് മാങ്ങാടൻ, ജലീൽ, ഫാസിൽ, നബീൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കരയാമുട്ടം വിവേകാനന്ദ ആംബുലൻസിൽ ആൺകുഞ്ഞിന് ജീവൻ നൽകി യുവതി. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശിനിയായ യുവതിയാണ് കരയാമുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രം ആംബുലൻസിൽ വെച്ച് പ്രസവിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7:45 വിവേകാനന്ദ ആംബുലൻസിലേക്ക് കോതകുളം ബീച്ച് ആയുർവേദ ആശുപത്രി പരിസരത്ത് നിന്നും പ്രസവവേദനയെ തുടർന്ന് യുവതി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനായി ഫോൺ കോൾ വരുന്നത്. വിവേകാനന്ദ ആംബുലൻസ് ഡ്രൈവറായ രാഹുൽ ഉടൻ തന്നെ ആംബുലൻസുമായി യുവതിയുടെ വീട്ടിലെത്തുകയും യുവതിയുമായി കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ചന്ദ്രാപിന്നിയിലെത്തുമ്പോഴേക്കും യുവതിയുടെ കൂടെയുണ്ടായിരുന്ന അച്ഛനും അമ്മയും മകൾ പ്രസവിച്ചു എന്ന് പറയുകയും ഉടൻ തന്നെ ഡ്രൈവർ അടുത്തുള്ള അലിഖ്ബാൽ ആശുപത്രിയിലേക്ക് കയറ്റണമോ എന്ന് ചോദിക്കുകയും എന്നാൽ യുവതിയുടെ അച്ഛൻ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ പറയുകയും ചെയ്യുകയായിരുന്നു. രാഹുൽ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു. ആശുപത്രിയിലേക്ക് എത്തി ആംബുലൻസിൽ വെച്ച് തന്നെ കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുകയും രണ്ടുപേരെയും ലേബർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. അമ്മയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇത് 2ാം തവണയാണ് വിവേകാനന്ദ ആംബുലൻസിൽ പ്രസവം നടക്കുന്നത്. 3 വർഷം മുമ്പാണ് ഇതുപോലെ മറ്റൊരു യുവതി കുഞ്ഞിന് ജന്മം നൽകിയത്. ഞാൻ വിവേകാനന്ദ ആംബുലൻസ് ഡ്രൈവറാണ്. ഇന്ന് രാവിലെ ഒരു 7:45 ഒരു കോൾ വന്നിരുന്നു കോതകുളം പടിഞ്ഞാറുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ പ്രസവം എടുത്തിട്ട് ഒരു ചേച്ചിനെ കൊണ്ടുപോകാനായിരുന്നു കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിലേക്ക്. ചന്ദ്രാപിന്നി എത്തിയപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ണി പുറത്തേക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ വിളിച്ച് പറഞ്ഞ് അവർ എല്ലാ കാര്യങ്ങളും നിൽക്കുകയുണ്ടായി. അവിടെ ഹോസ്പിറ്റലിലെത്തിയ അപ്പോൾ തന്നെ സിസ്റ്റർമാർ വന്നിട്ട് ഉണ്ണിയുടെ പൊക്കിൾ കൊടി കട്ട് ചെയ്ത് ഉണ്ണിനും ചേച്ചിനും ലേബർ റൂമിലേക്ക് എത്തിച്ചു. സേഫാണ്. അമ്മയും കുട്ടിയും സുഖമായിട്ടിരിക്കണേ. എൻ്റെ ആംബുലൻസ് ഡ്രൈവറായിട്ട് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇത്. 3 കൊല്ലമായി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കരയാമുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രം പ്രവർത്തകർക്ക് സന്തോഷ വാർത്തയാണെന്നും പ്രവർത്തകരായ NS പ്രജീഷ് ശാന്തി, പ്രദീപ് മുതിരപ്പറമ്പിൽ, സജീഷ് കുറ്റിക്കാട്ട് എന്നിവർ പറഞ്ഞു. നമുക്കറിയാം വിവേകാനന്ദ സേവാകേന്ദ്രത്തിൻ്റെ ആംബുലൻസ് സേവനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള സേവനമാണ് നടത്തി വരുന്നത്. വിവേകാനന്ദ സേവാകേന്ദ്രത്തിൽ ഇന്ന് രാവിലെയാണ് വട്ടപ്പരത്തി സ്വദേശിനിയായിട്ടുള്ള യുവതി അവരുടെ ആവശ്യമായിട്ട് വിളിക്കുകയും അത് പ്രകാരം നമ്മുടെ ആംബുലൻസ് സർവീസ് നടത്തുന്നതിനിടയിൽ ചന്ദ്രാപിന്നിയിൽ വെച്ചിട്ടാണ് ആ യുവതി ഒരു കുട്ടിക്ക് ജന്മം നൽകിയത്. ആ അമ്മയെയും കുട്ടിയെയും വളരെ ഭദ്രമായിട്ട് തന്നെ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് വിവേകാനന്ദ സേവാകേന്ദ്രത്തിലെ ആംബുലൻസ് ജീവനക്കാരെ കൊണ്ട് സാധിച്ചു. ഇത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന നേരത്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ആ സർവീസ് നടത്താൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡിൽ ഷോക്കേറ്റ് വീണിട്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് ഗ്രാമ്യ ഓർബിറ്റ് ക്യാമറാമാൻ സജി. തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിൽ നടൻ മോഹൻലാൽ ദർശനം നടത്തി.
ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് CPI കയ്പമംഗലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.